ഗസ വെടിനിർത്തലിൽ ഇസ്രായേലിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നുവെന്ന് ഖത്തർ. മറുപടി നൽകാൻ ഇസ്രായേലിന് സമയപരിധി വെച്ചിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമഗ്ര കരാറിനാണ് ശ്രമിക്കുന്നത് എന്നും ദോഹയിൽ ഖത്തർ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, ഇനി ഇസ്രായേലിന്റെ പ്രതികരണമല്ലേ നിർണായകമാവുക? അതെ ദിവ്യ, ഇന്ന് വൈകിട്ടാണ് മാജിദ് അൽ അൻസാരി, ഇവിടുത്തെ വിദേശകാര്യ വക്താവ്, ഇന്നലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന വാർത്തകളോട് സ്ഥിരീകരിച്ചത് ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത് 5 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇന്നലെ എല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ, ഒന്ന് ഹമാസ്, ഈജിപ്തും ഖത്തറും US അടങ്ങുന്ന സഖ്യം മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന് ഈ നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടാമതായി ഇസ്രായേലിന്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കുകയാണ് ഖത്തർ. ഇതാണ് ഇന്നത്തെ ഒരു സുപ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിന് ഇസ്രായേലിന് പ്രതികരിക്കാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഏത് സമയത്താണ് അവർ പ്രതികരിക്കേണ്ടത് എന്നുള്ളൊരു സമയപരിധിയിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ വിഷയം, ഈ പ്രപ്പോസൽ, വെടിനിർത്തൽ പ്രപ്പോസൽ ഇസ്രായേൽ കാര്യമായി പരിഗണിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. 98% കാര്യവും, ഈ പ്രപ്പോസലിലെ 98% കാര്യവും ഇസ്രായേലിന് സമ്മതമുള്ള കാര്യങ്ങളാണ് എന്നുകൂടി അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നാലാമത്തെ ഒരു കാര്യം, ഖത്തർ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ US അധികൃതരുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കാര്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ US കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഇതിൽ ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം. അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശാശ്വത വെടിനിർത്തലിനായിട്ടുള്ള, സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വെടിനിർത്തലിനായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സമഗ്ര മാർഗനിർദ്ദേശമാണ് തങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് മാജിദ് അൽ അൻസാരി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഗസ വെടിനിർത്തലിൽ ഇസ്രായേലിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്.